വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക് അനാലിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇൻ ദ പ്രീവിയസ് ലെക്ചർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് എ ടെസ്റ്റ് കോൾഡ് കമ്പാരിസൺ ടെസ്റ്റ്. സോ ഇൻ ദിസ് ലെക്ചർ വി വിൽ ബി ഡിസ്കസിങ് എ ന്യൂ ടെസ്റ്റ്. സോ കമ്പാരിസൺ ടെസ്റ്റിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സീരീസിനെ കമ്പയർ ചെയ്യുകയാണ്. ഒന്നിനെക്കാട്ടിലും ബിഗ്ഗർ മറ്റേതാണ്, അല്ലെങ്കിൽ ചെറുതാണ് മറ്റേത് എന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ ഇത് എല്ലാ കേസിലും പറയുന്നത് അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. എല്ലാ കേസിലും രണ്ട് ആർബിട്രറി സീരീസ് തരുമ്പോൾ ഇത് സീരീസുകളുടെ കറസ്പോണ്ടിങ് ടേംസുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമാകണമെന്ന് നിർബന്ധമില്ല. സോ ദർ വി നീഡ് സം മോർ ടെസ്റ്റ്. സോ അവിടെയാണ് നമ്മൾ ചില കേസുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടെസ്റ്റാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഇത് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്, പക്ഷേ ഇവിടെ ലിമിറ്റ് എടുത്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ലെറ്റ് us state the theorem. Suppose x is equal to xn and y is equal to yn are strictly positive sequences. Suppose x is equal to xn and y is equal to yn are strictly positive sequences and suppose that the following limit exists. Suppose that the following limit exists. So the limit is r is equal to limit n tends to infinity xn by yn. Then the first condition is that if r not equal to 0, then summation xn is convergent if and only if summation yn is convergent. And statement B, if r is equal to 0 and if summation yn is convergent, then summation xn is also convergent. So this is the limit comparison test. Limit comparison test പറയുന്നത് if you are given with two sequences, both are strictly പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് സീക്വൻസ് തരുന്നു, അതോടൊപ്പം xn by yn എന്ന റേഷ്യോ എടുക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു. സോ ക്ലിയർലി yn ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. സ്ട്രിക്ട്ലി പോസിറ്റീവ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ദീസ് ആർ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0. സോ xn by yn എന്ന റേഷ്യോ എടുക്കുന്നു, അതിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ആ ലിമിറ്റ് നോട്ട് 0 ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് xnൻ്റെ കൺവേർജൻസും yn കൺവേർജൻസും ഈസിലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അഥവാ xn കൺവേർജൻ്റ് ആണെങ്കിൽ yn കൺവേർജൻ്റ് ആയിരിക്കും, yn കൺവേർജൻ്റ് ആണെങ്കിൽ xnനും കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ബോത്ത് ദ റിസൾട്ട് ഹോൾഡ്സ്. സിമിലർലി ഡൈവേർജൻസിൻ്റെ കേസും പറയാം. xn ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് yൻ്റെ കാര്യവും അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സോ ക്ലിയർലി ഇവിടെ കൺവേർജൻസ് ഓഫ് വൺ സീരീസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് ദ കൺവേർജൻസ് ഓഫ് അനദർ സീരീസ്. നമ്മൾ പ്രീവിയസ്ലി കമ്പാരിസൺ ടെസ്റ്റിൻ്റെ അകത്ത് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yൻ്റെ കേസിൽ yൻ്റെ കൺവേർജൻസ് വെച്ചിട്ട് xൻ്റെ കൺവേർജൻസ് പറയാം. xൻ്റെ കൺവേർജൻസ് വെച്ച് yനെ കുറിച്ച് പറയാൻ സാധിക്കില്ല. ഇവിടെ പക്ഷേ ബോത്ത് ദ വേസ് ദ റിസൾട്ട് ഈസ് പോസിബിൾ. xn കൺവേർജൻ്റ് ആണെങ്കിൽ സീരീസ് xn, then series yn is also convergent. Series yn convergent ആണെങ്കിൽ series xnനും convergent ആണ്. So this is true when r not equal to 0. ഇനി r is equal to 0 ആണെങ്കിൽ നമുക്ക് ഒരു പാർട്ട് പറയാൻ പറ്റും. ഒരു പാർട്ട് എന്ന് വെച്ചാൽ
വൈ എൻ സീരീസ് വൈ എൻ കൺവേർജൻ്റ് ആണെങ്കിൽ സീരീസ് എക്സ് എൻ കൺവേർജൻ്റ് ആയിരിക്കും. തിരിച്ച് ശരിയാകണമെന്ന് നിർബന്ധമില്ല. അതായത് സീരീസ് എക്സ് എൻ കൺവേർജൻ്റ് ആയതുകൊണ്ട് സീരീസ് വൈ എൻ കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. സോ ഇവിടെ എക്സ് എൻ ബൈ വൈ എൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് നമ്പറാണ് അല്ലെങ്കിൽ 0 ആണ്. സോ അങ്ങനത്തെ കേസിൽ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസിൽ എക്സ് എൻ്റെയും വൈ എൻ്റെയും കൺവേർജൻസ് ഒരുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഓർ സമ്മേഷൻ എക്സ് എൻ ആൻഡ് സമ്മേഷൻ വൈ എൻ കൺവേർജസ് ഓർ ഡൈവേർജസ് ടുഗദർ. ഓക്കെ, ഒരെണ്ണം കൺവേർജ് ചെയ്യുകയാണെങ്കിൽ മറ്റേതും കൺവേർജ് ചെയ്യണം, ഒരെണ്ണം ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ മറ്റേതും ഡൈവേർജ് ചെയ്യണം. അല്ലാതെ ഒരെണ്ണം കൺവേർജ് ചെയ്യുകയും മറ്റേത് ഡൈവേർജ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കില്ല. ഇനി ആർ ഈക്വൽ ടു 0 ആകാം. അങ്ങനത്തെ കേസിൽ വൈ എൻ്റെ കൺവേർജൻസ് വെച്ച് നമുക്ക് എക്സിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. സോ ദീസ് ആർ ദ തിങ്സ്. സോ ലെറ്റ് us പ്രൂവ് ദിസ്. ഓക്കെ, ഇത് കൃത്യമാണോ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൂഫ്. ഓക്കെ, സോ നമുക്ക് അസ്യൂം ചെയ്യാം ലിമിറ്റ് എക്സ് എൻ ബൈ വൈ എൻ ഈസ് ഈക്വൽ ടു ആർ ആണ്, വേർ ആർ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, സോ ലിമിറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഓക്കെ, സോ നിങ്ങൾക്കുള്ള ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് ചോദ്യം ആണ്. ഓക്കെ, സ്റ്റേറ്റ് ദ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്. ഓക്കെ ഓക്കെ സോ ആർ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ കേസിൽ എക്സ് എൻ കൺവേർജൻ്റ് ആണെങ്കിൽ വൈ എന്നും കൺവേർജൻ്റ് ആണ്, ആൻഡ് വൈ എൻ കൺവേർജൻ്റ് ആണെങ്കിൽ എക്സ് എന്നും കൺവേർജൻ്റ് ആണ്. ദീസ് ആർ ദ തിങ്സ് വിച്ച് വി ഹാവ് ടു പ്രൂവ്. സോ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സ് which you will be stating here, we have modulus of xn minus yn, xn by yn minus r should be less than epsilon for all n greater than or equal to some k. So by definition this is actually minus epsilon less than xn by yn minus r less than epsilon. So this implies r കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ മൈനസ് എപ്സിലോൺ പ്ലസ് ആർ ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് ആർ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി നമുക്കറിയാം നമ്മൾ എപ്സിലോൺ എന്നുള്ളത് വി ആർ ആക്ച്വലി ചൂസിങ്, യു ക്യാൻ ചൂസ് എനി പോസിറ്റീവ് നമ്പർ. സോ ആർ ഈസ് നോട്ട് ഈക്വൽ ടു 0 മീൻസ് ആർ ഈസ് പോസിറ്റീവ്, കാരണം എക്സ് എൻ ബൈ വൈ എൻ പോസിറ്റീവ് ആണ്. സോ അതിൻ്റെ ലിമിറ്റും ഓൾവേസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണോ? അതാണ് നിങ്ങളുള്ള അടുത്ത ചോദ്യം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദിസ് ഈസ് ഇഫ് എക്സ് എൻ, സോ നമുക്ക് എക്സ് എൻ ബൈ വൈ എന്ന് പകരം എ എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് എ ടേംസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അതിൻ്റെ ലിമിറ്റ് എപ്പോഴും പോസിറ്റീവ് ആകണമെന്നുണ്ടോ? ആണോ? So these are the next question. Okay, so let us for the sake assume that it is positive, and then by moving, this is true for any epsilon. നമ്മൾ ഏത് എപ്സിലോൺ എടുത്തെന്ന് പറഞ്ഞാലും this is true. So choose epsilon is equal to 1/2 r. നമ്മൾ epsilon is equal to 1/2 r എന്ന് ഞാൻ ചൂസ് ചെയ്യുകയാണ്, which is positive. So this becomes minus 1/2 r plus r should be less than xn by yn less than 1/2 r plus r for all n greater than or equal to some k. Okay, നമുക്കിവിടെ k എന്ന് എടുക്കേണ്ട കാര്യമില്ല, k1 എന്ന് വേണമെങ്കിൽ എടുക്കാം, ഡസൻറ്റ് മാറ്റർ, കാരണം എപ്സിലോൺ എന്നുള്ളത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/2 r less than xn by yn less than 3/2 r എന്ന് കിട്ടും. ഓക്കെ, സോ 1/2 r ലെസ് ദാൻ xn by yn ലെസ് ദാൻ 3/2 r എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൽ നിന്ന് ഇഫ് യു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ yn ദ ഇൻഇക്വാലിറ്റി ഡസ് നോട്ട് ചേഞ്ചസ്, കാരണം yn പോസിറ്റീവ് ആണ്. ഓക്കെ, സോ വിച്ച് മീൻസ് 1/2 r yn is less than xn is less than 3/2 r y. Okay, so for all n greater than or equal to some
k1. നമുക്ക് ലിമിറ്റ് ആർന്ന് എടുത്തപ്പോൾ നമുക്ക് r not equal to 0 ആണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. Now we have to prove that xn convergent ആണെങ്കിൽ yn ഉം convergent ആണ്, yn convergent ആണെങ്കിൽ xn ഉം convergent ആണ്. ഓക്കെ. Now നമുക്കിതിനെ ഇതിൻ്റെ അകത്തുനിന്ന് ഫസ്റ്റ് പാർട്ട്, ദിസ് പാർട്ട് എടുക്കാം. Take the first part. Okay. So first part എടുക്കുമ്പോൾ we get 1/2r yn is less than xn for all n greater than or equal to k1. So ഇതിൻ്റെ കറസ്പോണ്ടിങ്, ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ ദ കറസ്പോണ്ടിങ് സീരീസ് is actually summation 1/2r yn and summation 1/2 ഇല്ല, summation xn. ഓക്കെ. സോ ഈ സീരീസിനെ നമുക്ക് 1/2r summation yn എന്ന് എഴുതാം. 1/2 അതിനെ അഫക്റ്റ് ചെയ്യത്തേയില്ല ഈ സീരീസിൻ്റെ കൺവേർജൻസിന്. സോ ഇനി നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, പ്രീവിയസ്ലി കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ദിസ് സീരീസ് ഈസ് ലെസ് ദാൻ ദിസ് സീരീസ്. ബിഗ്ഗർ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സ്മോളർ സീരീസ് ഓൾസോ കൺവേർജസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് we can say that summation xn converges implies summation 1/2r yn converges. കാരണം ഇവിടുത്തെ ബിഗ്ഗർ സീരീസ് summation xn ആണ്. ഓക്കെ. നമുക്ക് 1/2r എന്നുള്ളൊരു ഫിക്സഡ് വാല്യൂ ആണ്. ഈ സമ്മിനെ നമുക്ക് 1/2r ടൈം summation yn എന്ന് എഴുതാം. സോ ഈ സമ്മ് ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ടോട്ടൽ സമ്മ് ഫൈനൈറ്റ് ആകത്തുള്ളൂ. കാരണം 1/2r എന്നുള്ളൊരു ഫിക്സഡ് നമ്പറാണ്. ഫിക്സഡ് നമ്പർ കൊണ്ട് summation yn മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ summation yn ഷുഡ് ബി കൺവേർജിങ്. സോ വിച്ച് ഇംപ്ലൈസ് summation yn കൺവേർജസ്. അതായത് summation xn കൺവേർജൻ്റ് ആണെങ്കിൽ summation yn കൺവേർജൻ്റ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂസിങ് ദ ഫസ്റ്റ് ഇൻഇക്വാലിറ്റി. നൗ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ഇൻഇക്വാലിറ്റി. ടേക്ക് ദ സെക്കൻഡ് ഇൻഇക്വാലിറ്റി. ഓക്കെ. സോ സെക്കൻഡ് ഇൻഇക്വാലിറ്റി എടുക്കുമ്പോൾ we get xn less than 3/2r yn എന്ന് കിട്ടും. ഓക്കെ. സോ ഇവിടെ അപ്പോൾ ഫസ്റ്റ് പാർട്ട് summation xn converges implies summation yn converges എന്ന്. സോ ഇവിടുത്തെ കറസ്പോണ്ടിങ് സീരീസ് ഈസ് summation xn ആൻഡ് summation 3/2r yn. ഓക്കെ. സോ ഇവിടെ ബിഗ്ഗർ സീരീസ് ഇതാണ്. So again using the same comparison test we can say that summation 3/2r yn converges എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ that is summation yn converges implies comparison test യൂസ് ചെയ്യുമ്പോൾ അതിനെക്കാട്ടും ചെറിയ സീരീസാണ് summation xn. So summation xn converges. So രണ്ട് പാർട്ടുമായി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് summation xn converges if and only if summation yn converges. What does this mean? Okay. So if and only if എന്നുള്ളതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ്? അതാണ് നിങ്ങളോടുള്ള അടുത്ത ചോദ്യം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണത്. സോ ഇഫ് ആൻഡ് only if എന്താണ്? അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അതിൻ്റെ മീനിങ് വെച്ചിട്ട് ഇവിടെ നമ്മൾ രണ്ട് പാർട്ടും ഇംപ്ലിക്കേഷൻ പ്രൂവ് ചെയ്തു. xn കൺവേർജൻ്റ് ആകുമ്പോൾ yn ഉം yn കൺവേർജൻ്റ് ആകുമ്പോൾ xn ഉം. സോ we have successfully proved the first part. Okay. So r not equal to 0 ആണെങ്കിൽ നമുക്ക് വേണ്ട റിസൾട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. Now the case for r is equal to 0. r is equal to 0 ആകുമ്പോൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? So part B, when r is equal to 0. r is equal to 0യുടെ കേസിൽ നമുക്ക് yn കൺവേർജൻ്റ് ആകുമ്പോൾ summation xn ഉം കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. So r is equal to 0 ആകുമ്പോൾ corresponding by the definition of limit, അതായത് limit of xn by yn is equal to 0. xn by yn പോസിറ്റീവ് ആണ്, കാരണം xn ഉം yn ഉം പോസിറ്റീവ് ആണ്. സോ ബൈ ഡെഫിനിഷൻ മോഡുലസ് ഓഫ് xn by yn minus 0 should be less than epsilon for all n greater than or equal to some k. ഓക്കെ. സോ ഇവിടെ മോഡുലസിൻ്റെ ആവശ്യമില്ല.
കാരണം എക്സ് എൻ ബൈ വൈ എൻ പോസിറ്റീവാണ്. സോ ദിസ് ഷുഡ് ബി ഈക്വൽ ടു എക്സ് എൻ ബൈ വൈ എൻ minus less than epsilon for all n greater than or equal to some k. Now this is true for every epsilon. So in particular this is true for epsilon is equal to 1 as well. Choose epsilon is equal to 1. So this is xn less than yn, xn by yn less than 1 for all n greater than or equal to k1. ഇവിടുത്തെ കെയും k1ഉം സെയിം ആണോ? അതാണ് നിങ്ങളുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. k is equal to k1 ആണോ? ഓക്കെ, സോ അത് നിങ്ങളുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എക്സ് എൻ ലെസ് ദാൻ വൈ എൻ, എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ 1 എന്ന് എഴുതാൻ സാധിക്കും. വിച്ച് ഇംപ്ലൈസ് എക്സ് എൻ ലെസ് ദാൻ വൈ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. സോ ഇനിയും വീണ്ടും കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. കമ്പാരിസൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബിഗ്ഗർ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സ്മോളർ സീരീസും കൺവേർജ് ചെയ്യും. സോ സമ്മേഷൻ വൈ എൻ കൺവേർജസ് ഇംപ്ലൈസ് സമ്മേഷൻ എക്സ് എൻ കൺവേർജസ്. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സെക്കൻഡ് പാർട്ടും പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ആർ ഇസ് ഈക്വൽ ടു 0യുടെ കേസിൽ സമ്മേഷൻ വൈ എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ എക്സ് എന്നും കൺവേർജ് ചെയ്യും. സോ നിങ്ങളുള്ള അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Does that imply that, does this second part, part B, imply summation xn diverges implies summation yn diverges? അതായത് ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് സമ്മേഷൻ വൈ എൻ കൺവേർജൻ്റ് ആണെങ്കിൽ സമ്മേഷൻ എക്സ് എൻ കൺവേർജൻ്റ് ആണ്. അത് സമ്മേഷൻ എക്സ് എൻ ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ വൈ എൻ ഡൈവേർജ് ചെയ്യുന്നു എന്നും പറയാൻ സാധിക്കുമോ? ഇതാണ് നിങ്ങളുള്ള ക്വസ്റ്റ്യൻ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.